പാട്ട് പാടാൻ വേണ്ടി ഇവിടെ വരുന്നത് ഇവിടെ പല പിള്ളേരുടെയും ഹാർട്ട് ത്രോബാണ്. ആർജിത കുട്ടി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. വെൽക്കം ആർജിത. മോളെ പ്രമോഷൻ കിട്ടി. എന്തൊക്കെ ജോലി ചെയ്താൽ ജീവിക്കാൻ പറ്റും നമുക്ക്. ആങ്കർ ചെയ്യണം മാത്രമല്ല, ഇനിയിപ്പം ഇവര് പറയും പോകുമ്പോഴത്തേക്ക് 9 മണിയാകുമ്പോ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേച്ച് പോകണം. MGM വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചെയ്താലും മതിയാവുന്നില്ല. അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ട് ഒരു ഭയങ്കര ഒരു ലെവൽ പാട്ടായിരിക്കുമല്ലോ അർജിത. പെർഫോമൻസ് ആണോ? മെലഡി ആണോ? അപ്പൊ മോളെ ഏത് പാട്ടാ പാടുന്നേ? ഏത് സിനിമ ഇത്? അത് ഉല്ലാസ പൂങ്കാറ്റ്. മതിയോ? ബാക്കി ഡീറ്റെയിൽസും കൂടി അറിയണ്ടേ? ബാക്കിയും കൂടെ അറിയണം അവർക്ക്. 1997 ഇയർ. പിന്നെ ലിറിക്സ് കൈതപ്പുറം സാറ്, മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് അങ്കിൾ. അതുപോലെ മക്കളെ പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ശല്യം വല്ലതും ഉണ്ടോ? എന്താണ് റൂം മാറി. ഇപ്പൊ അടുത്തല്ല. ശല്യൊന്നുമില്ല. ഇല്ല. അപ്പൊ മോളോട് നല്ല കുട്ടിയായിട്ടാണല്ലേ? കഴിഞ്ഞിലൊക്കെ കുറെ കംപ്ലൈന്റ് കേട്ടായിരുന്നേ. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ പോലെ കണ്ടല്ലോ. ഗിഫ്റ്റ് ഒക്കെ കിട്ടി. എന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങള് കണ്ടു അത് ഗിഫ്റ്റിന്റെ കാര്യം. രണ്ടുപേരും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നു. ഏത് ഗിഫ്റ്റാ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പറയാൻ പറ്റുമോ? 2 ഗിഫ്റ്റ് ഇല്ലേ? പാന്റയും പിന്നെ ഡ്രസ്സും. ഡ്രസ്സാണോ പാന്റാണോ? അവര് കുടിക്കും. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. ഇല്ല. നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പൊളിക്കണം കേട്ടോ. ഓക്കെ, ധൈര്യമായിട്ട് എന്ത് പാടണം, പേടിക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാക്കാത്തിക്കിളിയേ കൈ
വെരി ഗുഡ്, വെരി നൈസ്. ഡാൻസേഴ്സ്. താങ്ക് യു. സോ അർജു, എന്ത്? വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ മോക്ക് ഏത് പോക്കറ്റ് വേണം? പാൻറ്റയുടെ പോക്കറ്റ് വേണോ അതോ ഡ്രസ്സിന്റെ പോക്കറ്റ് വേണോ? അതും കുഴഞ്ഞു. എന്തായാലും കഴിഞ്ഞല്ലേ പാട്ട്. ആ മോളെ ആ. രണ്ടും പറഞ്ഞേക്കാം ജിംജിങ്ങളോട്. ഡ്രസ്സും പാന്റും ഒരുമിച്ച് പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കടുപ്പമാണ്. ഒന്നാമത് ഈ ഡ്രസ് പൂക്കുറ്റി അടി. പാന്റ് പൂക്കുറ്റി മതി. ഡ്രസ് പാന്റ്. ഏ? ആ ഡ്രസ് പാന്റ് ഓ ഡ്രസ് പൂക്കുറ്റി. പാൻഡ. ആ ഓക്കെ, ആദ്യ ഒരു ഡ്രസ് പാൻറ് പൂക്കുറ്റി. Thank